ആരോഗ്യരംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന കായകൽപ അവാർഡ് ആലക്കോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിനും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിക്കും ലഭിച്ചു. 90.25% സ്കോർ നേടി ജില്ലയിൽ 2ാം സ്ഥാനവും കമന്റേഷൻ അവാർഡായി 30,000 രൂപയും നേടിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രഥമ ആയുഷ് കായകൽപ അവാർഡിന് ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി അർഹമായത്. ഈ വർഷം ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ NABH എൻട്രി ലെവൽ സർട്ടിഫിക്കേഷനും ആയുർവേദ ഡിസ്പെൻസറിക്ക് ലഭിച്ചിരുന്നു. 87.9% സ്കോർ നേടി ജില്ലയിൽ 3ാം സ്ഥാനം ലഭിച്ച ആലക്കോട് കുടുംബാരോഗ്യ കേന്ദ്രം ഇത് 2ാം തവണയാണ് കായകൽപ അവാർഡിന് അർഹമാകുന്നത്. വികസന പ്രവർത്തനങ്ങൾക്കായി 50,000 രൂപ കമന്റേഷൻ അവാർഡ് തുകയായി ലഭിക്കും. ആശുപത്രികളിലെ മാലിന്യ പരിപാലനം, ശുചിത്വം, അണുബാധ നിയന്ത്രണം, രോഗി പരിചരണം, മറ്റ് സേവന പശ്ചാത്തല സൗകര്യങ്ങൾ തുടങ്ങിയ മേഖലകളിലെ മികവ് പരിഗണിച്ചാണ് സംസ്ഥാനതല കായകൽപ കമ്മിറ്റി അവാർഡ് നിർണ്ണയിക്കുന്നത്. ജീവിതശൈലീ രോഗ ക്ലിനിക്, പാലിയേറ്റീവ് ഗൃഹസന്ദർശനം, യോഗ പരിശീലനം, വിവിധ ലാബ് പരിശോധനകൾ, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ തുടങ്ങിയ വിവിധ സേവനങ്ങൾ ഈ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്നു. സംസ്ഥാന തലത്തിൽ ആദ്യമായി ആയുഷ് കായകൽപ അവാർഡ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിൽ ഇടുക്കി ജില്ലയിൽ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റർ ആയുർവേദ മേഖലയിൽ ആലക്കോട് ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി 2ാം സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ആലക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജാൻസി മാത്യു, വൈസ് പ്രസിഡന്റ് ശ്രീ ബൈജു ജോർജ്, ആരോഗ്യവും വിദ്യാഭ്യാസവും കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി നിസാമോൾ ഇബ്രാഹിം, മറ്റ് ഭരണസമിതി അംഗങ്ങൾ, കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സാം വി ജോൺ, ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനിത ബേബി M, HMC ഭാരവാഹികൾ, ആശുപത്രി ജീവനക്കാർ, ആശാപ്രവർത്തകർ എന്നിവരുടെ കൂട്ടായ പരിശ്രമവും സഹകരണവുമാണ് ഈ ഇരട്ട നേട്ടത്തിന് പിന്നിലുള്ളത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.